ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം മൈക്കില്ല, അപ്പൊ നിങ്ങൾ ഉറക്കെ പറയണം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ നീണ്ട എത്ര ദിവസം 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇന്ന് 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒന്നാമത് സുഖമില്ലാത്തതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പനിയൊക്കെ മാറി ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഡ്രൈവിന് പോവാണ്. എവിടേക്കാണ് ഡ്രൈവ്? നമ്മളിങ്ങനെ പോയി നമുക്കിങ്ങനെ ഫുഡൊക്കെ വാങ്ങി എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. പാർസലൊക്കെ വാങ്ങി കഴിക്കാം. അതാണ് നമ്മളെ പ്ലാൻ കേട്ടോ. അപ്പൊ എങ്ങോട്ടാന്ന് വെച്ചാല് ബത്തേരി, ഗുണ്ടിൽപേട്ട. എന്താ എന്ത് അങ്ങോട്ട് ലൂയി മുടി കെട്ടി കാണിച്ചെടുക്ക്. മുടി കെട്ടി കാണിച്ചെടുക്ക്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാന്, ജാഫർക്ക, ഐസി, ലൂയി, താത്ത, എന്റെ മക്കൾസ്, ഇത്ര പേരാണുള്ളത്. എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ, എന്താ 2 ദിവസം എല്ലാരും വിളിച്ചു ചോദിക്കണത് ഞങ്ങളെ ആൾക്കാർ കാണുന്ന കുറച്ച് ആൾക്കാർ കുടുംബക്കാരും എല്ലാവർക്കും പനിയായിരുന്നു. പനി എന്തോ ഭയങ്കര ക്ഷീണോ എന്താന്നറിയില്ല. പിന്നെ അപ്പൊ പനി പിടിച്ചപ്പോ പിന്നെ അങ്ങോട്ട് പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഇടക്ക് ഫുഡ് കഴിക്കാൻ മാത്രം ഇറങ്ങാറുണ്ട്. അതിനൊരു മുടക്കവും വരുത്താറില്ല. ഫുഡ് കഴിക്കാനും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇന്നലല്ലേ നമ്മള് പോയത് പുറത്ത്, നമ്മള് 2 ആള് മാത്രം പോയത്. അപ്പൊ എന്താണ് ഞങ്ങളെ പ്ലാൻ എന്ന് വെച്ചാല് ബത്തേരി, അങ്ങനെ പ്രീ പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഡ്രൈവ് അങ്ങനെ പോവാന്നാ വിചാരിക്കുന്നത്. അപ്പൊ നല്ല റോഡ് എന്ന് പറയുന്നത് ബത്തേരി ഗുണ്ടിൽപേട്ട റോഡാണ്. ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡ്. പിന്നെ കോഴിക്കോട് ഭാഗത്തേക്കൊന്നും ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. മൈസൂർക്ക് പോകാനും പറ്റൂല. ദസറ ബത്തേരി ഭാഗം തന്നെ ദസറ ആയതുകൊണ്ട് ഇനി അവിടെ എന്താ തിരക്ക് സ്ഥിതി എന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് എവിടെങ്കിലും വൈക്കലെവിടെങ്കിലും ഗുണ്ടിൽപേട്ട ടൗൺ എത്തുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങള് ബെഡ്ഷീറ്റും തലേണൊക്കെ എടുത്ത് മെയിൻ ഉദ്ദേശം നമ്മൾ പറയണത് ഫുഡ് അടിക്കുക. നമുക്കിന്ന് പാനിപൂരി അങ്ങനത്തെ ചാറ്റ് പോലത്തെ സംഭവം ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഗുണ്ടിൽപേട്ട ഒരു ഷോപ്പില്ലേ, മറ്റേന്താ പച്ച, ഇന്നുണ്ടാവൂല, ചിക്കൻ ഫ്രൈസ്, ചിക്കൻ 65ന്റെ ഒരു ഷോപ്പ് ഗുണ്ടിൽപേട്ട ടൗൺ എത്തുന്നതിന് മുന്നേ. കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിരിക്കണത്. അപ്പൊ എന്താണ് അപ്പൊ ഫാൻസ് ഇല്ലാന്ന് പറയണ്ടേ. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം. ഫാൻസ് ഒക്കെ കമന്റ് ചെയ്യാം. അത് പറയാ, അത് ഈ പറയണോ? അതൊക്കെ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് പോണ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോവാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ എന്താണ് അങ്ങനല്ലേ ഞങ്ങൾ ഇനി പറഞ്ഞില്ലേ എവിടെ പോകണം നമ്മളെന്ന് പറഞ്ഞ് എവിടെയോ പോയി ഇരുന്ന് ഇങ്ങനെ സൊള്ളാൻ പോവാണ്. അപ്പൊ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് വെറുതെ പരദൂഷണം വരൂലല്ലോ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് സ്നാക്സുകൾ. ഏത് ഒന്ന് വേറെ ഓക്കെ. അപ്പം ഇനി എന്താ, വേറെ ഒന്നുമില്ല. ചൂല്, കത്തി, എന്തെങ്കിലും വേണോ? ചൂല് വേണമല്ലോ നിങ്ങൾക്ക് ഇതടിക്കാൻ. ഇവിടെ ഏത് ചൂല ഞങ്ങൾ ഉദ്ദേശിക്കണത് അടിച്ചു വരാൻ? ഇത് ഭയങ്കര കട്ടിയല്ലേ? അതെ, താത്ത പറയണത് ഈ ചൂലാണ് നമ്മൾ അകം അടിച്ചു വരാൻ ഏറ്റവും നല്ലത്. എൻ്റെ സൗണ്ട് കുറവുണ്ടാകും. അപ്പോൾ എന്താണ്, മൈക്ക് വെച്ചിട്ടില്ല. താത്ത നാക്കിൽ പർച്ചേസ് ചെയ്യാം. കിട്ടിയോ ഞമ്മക്കോ? എത്ര പ്രൈസ് എത്രയാ? ഹവായി ചെരുപ്പ്. താത്ത ആദ്യം ഹവായി ചെരുപ്പായിട്ട് സ്റ്റുഡിയോയിൽ കയറി 300 രൂപന്റെ ചെരുപ്പ് വാങ്ങി വന്നിരിക്കുക. വളർത്തി 200. ഇതൊക്കെ കുഞ്ഞു ചെരുപ്പ്.
ഇതാണ് ഇങ്ങനെ കാണുമ്പോൾ ദുബായ് പോലെ ഉണ്ടല്ലേ ഇതൊക്കെ. അപ്പോൾ നമുക്ക് സൂപ്പർ കിട്ടിയില്ല. ഫോണെന്തിനാ എന്താ ഫോണെന്തിനാ? ഞാനല്ലേ ബിൽ പേ ചെയ്യുന്നുള്ളൂ. എങ്ങനെ പോലും അട്രാക്ഷൻ ഇതിലൊക്കെ പോവാ. ഈ ലിപ്സ്റ്റിക് വേണ്ടാത്ത ഇത് ഞാൻ പറഞ്ഞിരിക്കണം, അത് വേണ്ട. മറ്റേ ഫേസ് സ്കാനറിന്റെ വക ഞാൻ വെച്ചിങ്ങനെ അടിച്ചു വരാൻ പോവാന്ന്. വരി പ്ലേറ്റ് ക്ലാസ് വാ. ഞാൻ പറഞ്ഞില്ല അത് എവിടെയെങ്കിലും വെച്ചോന്ന്. ഡോറ ഡോറ നല്ല രസമുണ്ട്. ഏത് കാറാ കുട്ടിക്ക് വേണ്ട? കുട്ടി അതിൻ്റെ വില ഒന്ന് കാണിച്ചു തരൂ ജസ്റ്റ്. എന്നാലും അതൊന്ന് കാര്യമായിട്ട് ഇറങ്ങിയത് ഇത് വാങ്ങി കഴിഞ്ഞപ്പോഴേക്ക് പോവല്ലേ. രാവിലെ തുടങ്ങിക്കണേ ബ്രഷ് ഇവിടുന്ന് വാങ്ങും. നമ്മൾ എന്തിനാ മണ്ടന്മാരെ ഇങ്ങോട്ട് നടക്കുന്നേ? ഓരോ വിളിച്ച അങ്ങോട്ട് വരൂലായിരുന്നോ? സത്യം. പെരുത്തിക്കണ്ടല്ലോ ഉള്ളിൽ കയറിയെന്നാ പോരെ. അപ്പം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറേ ബിങ്കോ അതും ഇത് വാങ്ങിയിട്ട് വന്ന്. ഇനിയിപ്പോൾ ടിഷ്യൂ നമ്മൾ ഈ തുടയ്ക്കണമെങ്കിലൊക്കെ ഇവരിവിടെ ഇല്ലേ? ആ ഉണ്ട്. അங்கே இருக்கே താത്താക്ക് രസമുണ്ട്. പെടിയാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇഷു എന്നാൽ 2 ഡിക്കിലോട്ട് വെക്ക്. ഇത് കാണണ്ട, ഇത് കാണണ്ട വെച്ചോ. കണ്ട അപ്പം തിന്ന് തീർക്കോ? ഐസിലത് മേടിച്ചു കഴിഞ്ഞ് ചാടി പോയത് അത് വാങ്ങാനാ. ഏത് അത് താത്താക്ക്? ഞാൻ പിന്നെ എല്ലാം കൂടെ ബഡ്ജറ്റ് ഇതാവണ്ട വെച്ചിട്ടാ ടിഷ്യൂ ഒന്ന് വാങ്ങിയതാ. ഇല്ലല്ലോ, ഇതാ സൂപ്പർ കിട്ടിയിട്ടില്ല. പോണ വൈക്ക് നമുക്ക് ഇവിടെ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളിനി വണ്ടിയിൽ കയറട്ടെ. എത്രയാണ്? 50 റുപ്യോ ഒന്നിനോ? നിന്റെ വീട് എവിടെയാ? പേരെന്താ? വിജേഷ്. ഒന്നും വേണ്ട. വെച്ചോ പോട്ടെ. പഠിക്കുന്നില്ലേ നീ? പഠിക്കാൻ പോണില്ലേ? ഇല്ല എന്നാ പോട്ടെ. അപ്പൊ ഗൈസ് ഇവിടെ എല്ലാരും ഇങ്ങനെ വഴിക്ക് ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ എന്താ പറയാ 50 മീറ്റർ വിട്ട് എല്ലാരും നെല്ലിക്ക ഉണ്ടാവും. പിന്നെ മറ്റേ ഇതില്ലേ എന്താണ് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം? അല്ല ഞാവൽപ്പഴം. അത് തിന്നിട്ടില്ല നിങ്ങൾക്ക്? അത് ഞാവൽപ്പഴം തിന്നിട്ടല്ല. അത് ഈ അന്ന് ഞാൻ ഞാവൽപ്പഴം തിന്നു. അതിന്റെ പുറമെ ഈ കുട്ടികളെ മറ്റേ മാജിക് പോപ്സ് അത് കഴിച്ചു. വായ ഫുള്ള് പൊള്ളിപ്പോയി. എന്റെ വായ ഫുള്ള് പൊള്ളിപ്പോയി. അതിന്റെ ശേഷം ഞാൻ മാജിക് പോപ്സ് ഇപ്പൊ ആർക്കും മേടിച്ചു കൊടുക്കില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഫോറസ്റ്റിലോട്ട് കടന്നോ? ഫോറസ്റ്റിലോട്ട് കടന്ന് ഇത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കർണാടക. നല്ല രസമില്ല. നമ്മള് ഫുഡൊക്കെ വാങ്ങിട്ടോ. റഷ് ഉണ്ടല്ലേ? നല്ല റഷ് ഉണ്ട്. അത് ദസറ അല്ലേ? ദസറ നെല്ലിക്ക വെക്കാൻ നിക്കുന്നില്ലേ? അവിടെ ജ്ഞാന പ്രശ്നം ഉണ്ടാവും. എന്നാലും അവരൊക്കെ അവിടെ തന്നെ അല്ല താമസം. ആ കുട്ടി നിന്നില്ലേ? ആ കുട്ടീന്റെ ബാക്കിൽ തന്നെയാണ് വീട്. പിന്നെ ഓരോ കാടിന്റെ മക്കളല്ലേ അല്ലേ? നമ്മളെ നരിവേട്ട നടന്ന സ്ഥലമാണ്. എന്താ ആരെങ്കിലും ആനനെ കാണണേ പറയണോ? ഉണ്ടോ? എവിടെ ലൂയി ആന? കൈ പുറത്തിടല്ലേ? കൈ ഉള്ളിക്കിട്. ലൂയി നല്ല. അപ്പൊ ബോർഡർ എത്തിയില്ലല്ലോ. ലൂയിക്ക് അല്ലെങ്കിലും ഇങ്ങനെ പുറം കാഴ്ചകൾ ഇതൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2 എണ്ണം വേറെ ഉണ്ട്. ഒന്ന് ഇതും മറ്റേതവിടെ ഐസി. അങ്ങനെ ഐസിയൊക്കെ ഫോണ് കണ്ട് എങ്ങനെയാ
അങ്ങനെ ഞങ്ങള് ഇനി ബോർഡർ എത്തിയിട്ട് എടുക്കല്ലേ? ഇത് കഴിഞ്ഞ കർണാടക ബോർഡറായോ? അല്ല എവിടെ എത്തിയിട്ടാണോ? അപ്പോൾ ഗൈസ് നമ്മൾ ബോർഡർ എത്തി. വെൽക്കം ടു കർണാടക. ഞങ്ങളെ സ്വന്തം, എന്റെയും ജാഫർഖാന്റെയും സ്വന്തം തറവാടാണ്. എല്ലാരും ഞങ്ങൾ കളിയാക്കല. ഞങ്ങൾ അനങ്ങ മൈസൂർ ബാംഗ്ലൂർ, മൈസൂർ ബാംഗ്ലൂർ. യാത്രക്ക് ഏറ്റവും സുഖം അതാണ്, ഈ റോഡ് തന്നെയാണ് സത്യം. ഫോറസ്റ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഫോറസ്റ്റ് കടക്കണം, ചില സമയത്ത് കിട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും സുഖമുള്ള റോഡ് മൈസൂർ റോഡാണ്. ഊട്ടിക്ക് നമുക്ക് ദൂരം കുറവാണ്, പക്ഷെ ഊട്ടിക്കാണ് നമുക്ക് ഏറ്റവും ദൂരം കുറവ്. യാത്ര ഭയങ്കര അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണം പിടിക്കും. ഊട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റേക്ക് കണക്കാക്കിയിട്ട് പോണം. ഇവിടെയൊക്കെ നമ്മള് രാവിലെ പോയിട്ട് നമ്മള് മൈസൂരിന്റെ തറവാടും പിന്നെ ബാംഗ്ലൂർ ജാഫർക്കാരുടെ തറവാട് എന്നാ പറയല്. ഇപ്പൊ നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഏറി വന്ന ഗുണ്ടിൽപെട്ട ടൗണ് വരെ പോകും. ഈ ഫോറസ്റ്റ് കഴിഞ്ഞ പാടെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഭയങ്കര സെറ്റപ്പിലാ പോണത്. അയ്യോ നമ്മളിത് വാങ്ങി വെള്ളം വാങ്ങി. അപ്പൊ ഇനി നമ്മളിങ്ങനെ പോയി ഇനി അവിടെ എത്തിയിട്ടൊക്കെ നമുക്ക് കിട്ടിയെടുക്കാം അല്ലേ? മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവൂല, അതങ്ങനെയാ. കുറച്ച് അധികം റഷ് ഉണ്ട് ഗൈസ്. അപ്പൊ വരൂല, ചാൻസ് കുറവാണ്. റഷ് ഉണ്ടെങ്കിൽ അധികം വരില്ല. അപ്പൊ ഓക്കെ, എന്നാലും ആന എന്തെങ്കിലും ഉണ്ടാവും വിചാരിക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ ഭാവി ഗൈസ്, ഞങ്ങള് പോണ വഴിക്ക് ഇറങ്ങിയതാണ്. അതെ ഓ സൂപ്പർ. ഇതിലും ബ്രൈറ്റ് ആട്ടോ, പക്ഷെ നേരിട്ട് കാണുമ്പോ ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇതില് കാണുമ്പോ നിങ്ങക്ക് കുറച്ച് അടിപൊളി. ഇവര് ഫോട്ടോസ് അവിടെ തിരക്കില്ല. ഓക്കെ, അടിപൊളി എന്ന് പറഞ്ഞാ ഇങ്ങനെ ഇപ്പൊ ഇതിലിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോ മഞ്ഞന്ന് പറഞ്ഞ ഒരു ഭയങ്കര മഞ്ഞ അല്ലേ? പിന്നെ കുറെ ഏരിയ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു. ഗുണ്ടിൽപേട്ട സെയിം റോഡ് തന്നെയാണ് കേട്ടോ. ചെറിയ മഴക്കുള്ള സാധ്യത ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഇവര് ഇതാ ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാൻ പോവാണ്. ഓല് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ കഴിയട്ടെ. ചെടിമ ചവിട്ടരുതേ. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തി. ഇത് കുത്തുവോ? ചന്തിമ കുത്തു, അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തൂലേ? അപ്പൊ ഇഷു ഇതിങ്ങനെ വീഡിയോ എടുക്ക്. മൈക്ക് നിന്നോട്ടെ, മൈക്ക് എടുക്കാം. അപ്പോ ഗൈസ് ഞങ്ങള് സ്ഥലം തപ്പാണ്. ഇത് എവിടെയാന്ന് വെച്ചാല് ഗുണ്ടിൽപേട്ടേന്ന് മൈസൂർ റോഡില് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് അവിടെ മതി. ഇവിടെ പുല്ല് കൂടുതലാ. അവിടെ കുറച്ച് തണലും ഉണ്ട്. അപ്പൊ ഓരൊക്കെ അങ്ങോട്ട് പോയിക്കണേ, നമുക്ക് അപ്പേക്ക് കറങ്ങാൻ വേണ്ടി സ്ഥലം കറങ്ങാൻ വേണ്ടി പോയതാ. ഇത് ഇവര് ഇവിടെ മുന്നേ വന്നിക്കണ് കേട്ടോ ഗൈസ്. താത്തി ഇവരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങള് വെക്ക് എന്താ ചെയ്തീന് ഫോൺ എടുത്ത അപ്പുറത്ത് അങ്ങോട്ട് പോയിക്കാം. ആദ്യം ഇത് വിരിക്കാം. ആദ്യമായി നമ്മൾ സ്വന്തം വീട്ടിൽ എന്താ ആൻസാനോ ഇതില് എന്തോ ബെഡ്ഷീറ്റ് ഉണ്ടോ തോന്നുന്നില്ലല്ലേ? അമ്മച്ചേ ഇതാ ഞങ്ങള് എന്താണ് ഗുണ്ടിൽപേട്ട. ഇപ്പൊ വിളിക്കാം, 10 മിനിറ്റ്. ഇപ്പൊ വിളിക്കും, വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ്, അതങ്ങനെ ആക്കല്ലേ. ഇത് ഞങ്ങൾ പണ്ട് ഒരു മൈസൂർ പോയതിന്റെ ബാക്കി കേട്ടോ.
എന്റെ അത് കുഴപ്പമില്ല. അത് കൊറേ ഉണ്ട് അങ്ങനെ. അല്ല കല്ല് മാറ്റാം, അല്ലെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓ നല്ല കാറ്റുണ്ട്. കല്ല് വെക്കണോ? നോക്ക് ഇത്രയും നേരം കാറ്റില്ലായിരുന്നു കേട്ടോ. നോക്ക് എന്തോ ഇവിടെ പിടിക്കണ അതോടെ പിടിക്ക്, അവിടെ പിടിക്ക്. അവിടെ പിടിക്കുക. അത് കല്ല് വെക്കട്ടെ. ഒരുപാട് കല്ലെടുത്ത എന്താ ഇറങ്ങല്ലേ. ഇവിടെ ഒരു കല്ലുണ്ട്, അവനെ ഇത് കഴിഞ്ഞിട്ട് ഉണർത്താല്ലേ. ആ കല്ലെടുക്ക്, അവിടെ വെക്ക്. അതതിന്റെ മുകളിൽ ഇരിക്കാം. ഡബിൾ ആക്കി വെക്ക്. ഡബിൾ ആക്കുക, വലുതാക്കുക. ആ നമ്മുടെ മോനെ അതും അല്ല അങ്ങനെ ഇതിന്റെ മേലെ ഇരിക്കാൻ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും. വട്ടത്തിലിരിക്കാം. ഇരിക്കാം നമുക്ക്, നമ്മളത്ര ആൾക്കാരല്ലോ. കൊള്ളൂല കൊള്ളൂല, വട്ടം കൂടണ്ടേ. ആ ആ ഇങ്ങോട്ടോ, കുറച്ചും കിട്ടുക. ഓക്കെ. ഇഷു ക്യാമറ കറക്റ്റ് അല്ലേ? ആ ഓക്കെ. എന്നെ മാത്രം കിട്ടിയാൽ പോരാ, എല്ലാം കിട്ടണം, എല്ലാവരും കിട്ടണം. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടിഷ്യൂ അല്ല ടിഷ്യൂ നടുവേ അല്ല. ആ ഇനി നമ്മള് ഫുഡ് ഇവിടെ ഞങ്ങൾ സൂപ്പറ കുറേ നോക്കി, സൂപ്പറ കിട്ടിയില്ല. പട്ടീനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്ര പേടിക്കണേ. അതൊക്കെ ഐസി കണ്ടു, അതൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നോരോന്ന് സെറ്റാക്കാം. ഓ പട്ടി ഞാൻ മഞ്ഞച്ചട്ടിട്ട ആളെ പറഞ്ഞതേ അല്ല. നമ്മ അതൊക്കെ ഒന്ന് പൊട്ടിക്കണെങ്കി. ആ ഏതാണ് സൂപ്പർ കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഇത് ഇങ്ങനെ ഇതാക്കി ഇരിക്കാം അല്ലേ? എത്ര വേണം? അത് അങ്ങനെയല്ല, 2 3 ആ അത്ര പോരെ? ആ മതി. തിരിച്ചല്ലേ അങ്ങനെ തന്നെ. ആ അത്ര മതി. കുറച്ച് ഇങ്ങോട്ടേക്ക് വാ. ആ ആ അതിന് കട്ട് ചെയ്തോ. ആയിട്ടില്ല, നിക്ക് മോനെ. അടിപൊളി. ഗ്ലാസ് അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ടിഷ്യൂ അവിടെ എടി റുവ, അതിന് ആ ബിരിയാണി പാക്കറ്റുകൾ എടുക്ക്, ഞാൻ പറഞ്ഞുതരാം. അത് ഈ കൂടെ എടുക്ക്. അതാ ആ എന്താ എവിടെ വെക്ക്, അവിടെ വെക്ക്. ഓക്കെ മെല്ലെ 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 അല്ലേ കീറി പോകും. ഓക്കെ. അല്ല ഒന്നും കൂടെ വേണ്ടേ? ഇവിടെ 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 അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലാവും. ഇവിടെ ഇവിടെ വെക്കാം. കറക്റ്റ് ആട്ടോ. ഇവിടെ എന്തോ ഒരു പ്രാണി ഉണ്ട്. റാണിയോ? കുഴപ്പമില്ലല്ലോ അല്ലേ പ്രാണി? ഇല്ല പോയിക്കോളൂ. കൊറേ എന്തൊക്കെയോ പ്രാണിയാണ്. അതൊക്കെ പോയിക്കോളൂ. അതൊക്കെ നമ്മൾ ഫുഡിന്റെ കൂടെ കഴിച്ചോളൂ. ഇനി ഫുഡ് ഉണ്ടോ? കണ്ടോ? ഇനി ഫോയിൽ പേപ്പർ വിരിക്കണോ? പിന്നെ ഫോയിൽ പേപ്പർ എവിടെ? ഏത് ഫോയിൽ? അല്ല മറ്റേത്, മറ്റേ പേപ്പർ. ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ മേടിച്ചില്ല. ചോദിച്ചതാ. അത് അവിടെ അവിടെ ഗ്ലാസ് വെക്ക്. ഹലോ, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ കൊട്ട് ഇങ്ങനെ അങ്ങനല്ല, അങ്ങനെ ഇങ്ങനെ ആക്കിയ ചിക്ക. ആ ഞാൻ ഉണത്താണ്. വ്ളോഗല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങളിവിടെ കൊട്ടാന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പോ ഇവിടെ എന്തോ പുല്ലില് വരുന്ന ഒരു പ്രാണി ഉണ്ട്. പ്രാണി പ്രശ്നമുള്ളതല്ല,
എന്നാലും അത് ഇങ്ങനെ വന്നിക്കണോണ്ട് അപ്പം എല്ലാവർക്കും പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഒന്നിച്ചെങ്ങനെ അത് തിന്ന. ഇവിടെ കാറ്റും ഉണ്ട്. പ്ലേറ്റ് ഇത് അവിടെ ഉണ്ട്. എങ്ങോട്ടാ ഓടും നിങ്ങളൊക്കെ? നമ്മൾ എത്ര ആൾക്കാരാ? 8 ആൾക്കാരാ നമ്മളെത്ര? എൻ്റെ 7 പ്ലേറ്റാ അല്ല പിന്നെ ഇതുണ്ടല്ലോ ബോക്സ്. ആ അല്ല ഈ ബോക്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രശ്നമില്ല, എല്ലാവർക്കും പ്ലേറ്റ് ഉണ്ട്. വാ ഫുഡ് സൂം ചെയ്യേ. തൈര് പ്ലേറ്റ് തരാം എല്ലാവർക്കും. ഇതാ പ്ലേറ്റ്. നമ്മളെല്ലാരും എപ്പോഴും ഹോട്ടലിൽ പോയിട്ടില്ല ഫുഡ് കഴിക്കല്. ഇതൊരു താത്തിരുന്നോളി. വെറൈറ്റി വെറൈറ്റി ഓ ഓണോ പിന്നെ ഉണത്തണോനെ ലൂയിച്ചേ. ഇവിടെ ഇരുത്ത്, ഇവിടെ ഇരുത്ത്, ഇവിടെ ഇരുത്ത്, ഇവിടെ ഇവിടെ. ഓ ഇങ്ങോട്ട് അതൊക്കെ നിങ്ങൾ നിർത്തിട്ട് എടുത്തിട്ട് ആ ഉണരു നോക്ക്. ചിക്ക 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 എടുത്തോ എടുത്തിട്ട് ഇവിടെ ഓനെടുത്തിട്ട് ഇവിടെ ഇരുത്തിക്കോ. ഫുഡ് മാമ കഴിക്കാം. ചിക്കൻ ആ ഇത് 3 ചിക്കൻ ബിരിയാണി. അല്ലല്ല ഉണത്തുണത്ത ഓനൊന്നും കിട്ടി എടുത്തന്നാ മതി നിങ്ങള്. അതൊക്കെ ഉണരും. 3 ചിക്കൻ ബിരിയാണി വാങ്ങി, ഒരു സെഷ്വാൻ നൂഡിൽസ്, ഒരു സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ എന്താണ് ഫുഡ് വേണ്ടേ? ചെരുപ്പൂര് ജോൻ അവിടെ ഇരുത്ത്. അപ്പം എന്താണ് എന്താ ഇങ്ങോട്ട് ഇരിക്കതാ. പിന്നെ ചിക്കൻ ബിരിയാണി. ബിരിയാണിയാണ് നമ്മൾ മേടിച്ചത്. ബത്തേരി ജൂബിലിത്തെ ബിരിയാണിയാണ് ഗൈസ്. ജൂബിലിത്തെ കുറെ ആയിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ലേ. നമ്മള് ബത്തേരിക്ക് തരാം. ഒന്നാമത് ബത്തേരിക്ക് അങ്ങനെ വരാത്തത് കൊണ്ട് ബിരിയാണി ഒക്കെ ഓപ്പൺ ആക്കിക്കോ. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ലൂയിക്ക് എന്താ വേണ്ടേ? ഏത് ഫ്രൈഡ് റൈസോ? എനിക്കും എല്ലാം കഴിച്ചോ. എല്ലാം കഴിക്കണം. ബിരിയാണി സോറി അതില്ലേ എങ്ങനെ ഉറങ്ങിയിരുന്ന ആളാ നോക്കി. അത് ഓനക്ക് എന്ത് കൊടുത്താൽ മതി? ഫ്രൈഡ് റൈസ് എന്ത് ബിരിയാണിയാ? ഇത് വേണ്ട, കുറച്ച് ബിരിയാണി ഞങ്ങളിത് ഫുഡ് കഴിക്കട്ടെ. മീൻ തരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടില്ല, എല്ലാം ഞങ്ങൾ കവറിലാക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടേ കളയണം. അവർക്കൊക്കെ പേടി. ഇപ്പൊ തന്നെ ബിങ്കോ, ഇപ്പൊ തന്നെ ബിങ്കോ. ലൂയി ബൗബോനെ കൊല്ലാൻ പോവാ. കിടന്നോളി. ഇനി കുറച്ചേരം നമ്മള് റിലാക്സ് ഒക്കെ ചെയ്ത് കളർത്തൊക്കെ കൊണ്ട് നടക്കുക. കണ്ടില്ലേ? ഡ്രസ്സിന് സൈഡിൽ വെച്ചോ, പോകുമ്പോ എടുക്കാം. കാരണം ഇപ്പൊ സീറ്റ് ഒരു മടക്കി വെച്ചിക്കല്ലേ. അപ്പൊ പറയൂ താത്ത, വിശേഷങ്ങളൊക്കെ പറയും. ഈ ഒന്ന് ഉറങ്ങട്ടെ. നല്ല ക്ലിയർ ഇല്ലല്ലോ, കാരണം നിങ്ങളെ വടി ഇന്ന് പൊട്ടിക്കും താത്ത. ഞാനത് പറ്റിയാളി വെരി വെരി എഫം. അതാ ലൂയി ആണെങ്കിൽ എന്നെ ഇതാക്കാൻ നടക്കുക. അപ്പൊ ഗൈസ് നമ്മള് ടൂറൊക്കെ നമ്മളെല്ലാരും പോക്കുണ്ട്. പക്ഷെ എന്താ പറയാ, ഇതുപോലെ ശരിക്കും പറഞ്ഞാല് ഇത് നമ്മള് ഫുഡ് പാർസൽ വാങ്ങിയതാണ്. ഉണ്ടാക്കി വരണം. അതിന് ഞാൻ മെനക്കെടൂല, അത് വേറെ കാര്യം. അങ്ങനെ പിക്നിക് പോകുമ്പോ രാവിലെ 3 ഉണ്ടാക്കാൻ പറ്റുമ്പോ കൊറേ എന്താ പറയാ, അത് കൊറേ ആൾക്കാർ വേണം. ഇവിടെ ഇരിക്കുക ജാഫ, ഷൂരിട്ടിടിക്ക്. ആ കേക്ക് നല്ല രസമുണ്ടായിരുന്നു.
നമുക്ക് ഇവിടെ ഭയങ്കര വെയില്. ഇവിടെ ഒരു തണല് അങ്ങോട്ടാണ്ട് പോയിട്ട് ഇവിടെ വെയില് കുറഞ്ഞ സ്ഥലത്തിരുന്നാലോ. അത് പിന്നെ ഇതൊക്കെ പുറത്തേക്ക് എടുക്കണ്ടേ? ഇത് മാത്രം എടുത്താൽ മതിയല്ലോ. വേറെ ഒന്നും എടുക്കണ്ട. ഇവിടെ വെയിലില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങൾ അവിടെ നിൽക്കാ. വെയിലുണ്ട് വെയിലുണ്ട്. ഉണ്ടോ? അതെന്റെ കുട്ടി ഉറങ്ങി. ആരും എടുക്കണം. ലൂയിപ്പാ പറഞ്ഞു വാ ഉറങ്ങും. കൂർക്കം വിളിക്ക്. ആ തുടങ്ങി. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ബാക്കി ഇനി ഞങ്ങളിങ്ങനെ പോവും. തിന്നാ പോവുക അതന്നെ. പാനിപ്പൂരി തിന്നണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ 65 ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം ഉണ്ടാവും, വയറുണ്ടാവും അറിയില്ല. ഇപ്പൊ തന്നെ വയറ് ഫുള്ളാ. അപ്പൊ ഇനി ഞങ്ങള് ഇതൊക്കെ പോയിട്ട് ഓക്കെ അടുത്ത ഫുഡ് അടിക്കുമ്പോ കാണാം. അടുത്ത ഫുഡ് അടിക്കുമ്പോ ഇവിടെ നമ്മളിങ്ങനെ വിശ്രമിക്കുക. ഇവിടെ നല്ല വെയിലുണ്ട്, നമുക്ക് കുറച്ച് തണലൊക്കെ എവിടെയെങ്കിലും കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ അവിടുന്ന് ഡെസ്റ്റിനേഷൻ മാറ്റി ഞങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിളിക്കൂട് നോക്ക്, ഇവിടെ കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. ശല്യപ്പെടുത്തണ്ട. നമ്മള് തൊടുന്നില്ല. ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ തുറക്കട്ടെ. അല്ല അവിടെ അതിന്റെ മേലെയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ആരെങ്കിലും ഇവിടുന്ന് പിടിച്ച് പുറത്താക്കണ വരെ നമ്മളിവിടെ ഉണ്ടാവും. തുറന്നോ? അടിപൊളി. അതാ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് അവിടെ ഭയങ്കര വെയിലായിട്ട് അവിടുന്ന് പട്ടികളെ ശല്യം. പട്ടികളെ ശല്യം. ഇവിടെ പശുവിന്റെ ശല്യം കഴിക്കുമ്പോ തന്നെ പട്ടികളെ ശല്യം ഉണ്ട്. ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വിരിച്ചു, ഇങ്ങോട്ടേക്ക് വിരിച്ചോ. ഇവിടെ അല്ല, ഇവിടെ ഈ തണല്, മരത്തിന്റെ തണല് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് കഴിക്കാനേ അവിടെ കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടാഞ്ഞ്. ഇനി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു, കഥകൾ പറയുന്നു, നിദ്ര അല്ല. അവിടെ ഇനി മരത്തിന്റെ പറ്റ ചോട്ടിലാവണ്ട വെച്ചിട്ട് എന്തേലും ജന്തുക്കളൊക്കെ വീഴാണെങ്കിലോ ഒരു പേടി. അങ്ങോട്ട് അവിടെ വീടില്ല. നല്ല സ്ഥലം. പക്ഷേ ഇത് കിട്ടിയില്ലല്ലോ നമുക്ക് നേരത്തെ അല്ലേ ഫുഡ് കഴിക്കാന്. കണ്ടോ? ഞാനും ഇതാണ് ഉദ്ദേശിച്ചിരുന്നേ. പക്ഷെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഇവര് പറഞ്ഞ സ്ഥലം കുറച്ചും കൂടി നന്നാവും. ഓക്കെ, അപ്പൊ ഞങ്ങളിനി സ്നാനം പാടുക, കുളിക്കല്ലേ, നിദ്ര മാടുക അല്ലേ? സ്നാനം പറഞ്ഞ കുളിക്കുക, നിദ്ര പറഞ്ഞിട്ട് 5-6 വർഷം കർണാടകയിലെ പഠിച്ചേ. ആകെ അറിയണ എന്താ സാക്കു മതി. എന്താണ് എസ്രൈൻ? എന്താ അല്ല പേരെന്താണ്? എന്താ പെണ്ണുങ്ങളെ എന്നിട്ട് വലിയ അതിന് പറഞ്ഞല്ലോ. അപ്പൊ ഗൈസ് എന്താണ് ഇനിയിപ്പം കൊറേ ചില്ലറ പൈസ ഒക്കെ ഉണ്ടല്ലോ. ചില്ലറ പൈസ ഒക്കെ ഉണ്ട്. വെയിലൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഓക്കെ, ഒരാള് ഫോട്ടോ എടുക്കുന്നു, മറ്റേയാള് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യണം. എനിക്ക് ഐസി നിക്കണ സ്റ്റൈലാണ്. പണ്ട് നമ്മളൊക്കെ ഊട്ടിക്കൊക്കെ പോകുമ്പോ സനു, നീ വീഡിയോ കാണുന്നുണ്ടോ സനു? നീ അടിയിൽ കമന്റ് ചെയ്യണം. നിന്റെ അതേ അരയിലൊരു അരയിലൊക്കെ ഒരു തോർത്തൊക്കെ കെട്ടി സനുവിന്റെ പോക്ക്. സനുവിന് കുറച്ച് കഥ പറഞ്ഞല്ലോ നമുക്ക് ഈ വീഡിയോയില്. സനു എന്ന് പറയുന്നത് ജാഫർ ഖാന്റെ അനിയനാണ് കേട്ടോ. എന്താ പറയാ, ഓനെങ്ങനെ പോകും പറയും. ഓനെങ്ങനെയാന്നറിയാം, ടൂറ് പോകുമ്പോ ഇവൻ ടൂറ് പോകുമ്പോ ഇവനക്ക് എന്നും ഇല്ലാത്ത മാതിരി ഒരു തടിയായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഉള്ളിലൊരു ബനിയൻ, അതിന്റെ മേലൊരു ബനിയൻ, അതിന്റെ മേലൊരു ഷർട്ട്. എന്നിട്ട് ഈ ഷർട്ട് എങ്ങനെയാണെന്നറിയാം, ഓപ്പൺ ആക്കിയിട്ട് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റൈലുണ്ടത്. ഇങ്ങനെ ഒരു ദിവസം ബീച്ചിൽ ചെന്നപ്പോൾ എല്ലാവരും ഇറങ്ങണേ. അപ്പോൾ തോർത്തുമുണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ആരും ചോദിച്ചു തോർത്തുമുണ്ട് എടുത്തിട്ടില്ലല്ലോ. തോർത്തുമുണ്ടൊക്കെ ഞാൻ എടുത്തിക്കണേന്ന് സനു പറയാണ്. അപ്പൊ പൊക്കി നോക്കുമ്പോ എന്താ അറിയോ, ബെൽറ്റിന് പകരം അരയില് തോർത്തുമുട്ട കിട്ടി. കൊറേ കഥകളുണ്ട്. അപ്പോഴാണ് ഞങ്ങള് മനസ്സിലാക്കണത് ഇവൻ
തോർത്ത് പൊട്ടിച്ചിട്ടാ വത്തിക്കണത്. പിന്നെ എത്രയോ പനിയനോ അങ്ങനെ എന്തൊക്കെ ഫുള്ള് ബനിയനിടും. ബനിയൻ ഒരു 5-6 ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ ഇവ പോവുകയാണെങ്കിൽ ഇവനക്കൊരു ഏതെങ്കിലും ചാവി ഉണ്ടാവും എൻ്റെ പോക്കറ്റിൽ. ഒരു 5-8 ചാവിയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ ചാവിൻ്റെ. ആ ചാവി ഇവൻ കയ്യിൽ പിടിച്ച് പോക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഒരു ദിവസം പൊരേത്തെ ഏതോ ചാവി ബാഗിലിട്ട് സ്കൂൾക്ക് കൊണ്ടുപോയി. ചാവി ഭയങ്കര സിനിമയിൽ അഭിനയിച്ച കഥ ടിവിന്റെ പുറകില് പോയിട്ട് നിൽക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ആക്ഷൻസ് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് പറയും ഞാൻ അഭിനയിച്ചില്ല, എങ്ങനെയുണ്ട്. എന്ത് അപ്പൊ സനു ഈ ഒരു ഷോർട്ട് വീഡിയോ എനക്കുള്ളതാണ് കേട്ടോ. സനുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്. അതെ എന്തായാലും പോയി ഉറങ്ങാൻ പോവാ. ഉറങ്ങിക്കോ. വാ വാ വാ. അപ്പോ ഗൈസ് ഞങ്ങൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഇഷു പെട്ടെന്ന് തൂങ്ങണം 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 പറഞ്ഞിട്ടതാ. തൂങ്ങേ ആടെ കുറച്ച് മേലെ തൂങ്ങ്. കേറേ ഇങ്ങനെ അല്ലടി ആടുക. എവിടെ മൊത്തത്തിൽ പിടിക്കും. രണ്ടാം കൂടെ വിളിച്ച തൂങ്ങണൊരു ഫോട്ടോ എടുക്കണേ. എവിടെ മേലെ പിടിക്കേ. അതിനെടുത്ത് കൊടുക്കേ. അത് ഞാന് കൈ വേനെടുക്കോ. മതി മതി. ലോയ് 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 തൂങ്ങി വാ. ഉമ്മി തോന്നണില്ലേ ഉമ്മി? അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതെ അതെ. അപ്പൊ എന്താണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. 2 ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, സുഖമില്ലായിരുന്നു. നീ അങ്ങോട്ട് ഉണ്ടാവും, കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവും. ഈ ചില സമയത്ത് നമുക്ക് പനിയൊക്കെ വരുന്നോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ വരുന്നത്. നീ കുറച്ച് വെള്ളം കുടിക്കണം. അതെ ഭയങ്കര ദാഹം. പാൽപ്പൊടി വാങ്ങണം. പാൽപ്പൊടി കിട്ടും നന്ദിനിന്റെ അത് വാങ്ങണം. നല്ല റേറ്റ് കുറവാണ്. പിന്നെ കുറച്ച് പച്ചക്കറി. പച്ചക്കറി പിന്നെ ഞങ്ങള് കുറച്ച് പേരക്ക പപ്പായ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. നല്ല വെയിലുണ്ട് കേട്ടോ. അതെ. പിന്നെ ഇതുണ്ട് മറ്റേ തണ്ണിമത്തനുണ്ട്, പക്ഷെ നന്നാവുമെന്നും അറിയില്ല. വേസ്റ്റ് ആവും. അതെ. അപ്പോ എല്ലാരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി പൊട്ടിച്ചോ. അതിന്റെ ഫാൻസ് എല്ലാരും കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.